കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ ഇത് പൊട്ടിയിട്ട് കണ്ടു. ഇത് പൊട്ടിയിട്ട് ഇത് ലീക്ക് ആവുകയാണ്. ഇത് പ്രസ്സായിട്ടുണ്ട്. അതെങ്ങനെ അങ്ങനെ വന്നിട്ടില്ല അല്ലേ? ഓയിൽ കൂടുതലായിട്ട് പുറത്തേക്കൂടെ ഒലിച്ചിട്ടുള്ളതാണ്. ഇത് മൊരയുമ്പോഴാണ് ഈ സാധനം ഇവിടുത്തെ ബുഷ് പോയി കഴിഞ്ഞ്. അപ്പോൾ എയറിൽ തന്നെയാണ് ഇത് പൊക്കണതും. അതല്ലേ ചട്ടി ഒക്കെ പുത്തനാക്കിയിട്ടുള്ള ബൂസ്റ്റുകളുണ്ടാവും. എഞ്ചിൻ റൂം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ. ഹൈഡ്രോളിക് ജാക്കി എന്ന് പറയില്ല. വർക്ക്ഷോപ്പ് അടയ്ക്കാറായി, വീട്ടിൽ പണി ചെയ്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കയ്യോടെ അടിച്ചു പോകേണ്ടത് ഇപ്പോൾ 4 മാസമായി. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ കല്ലാകുമ്പോൾ പൊട്ടാനേ ഭയങ്കര പാടാ. ഇതിലിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, സാധനം പൊട്ടിച്ചെടുക്കണമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പൊട്ടിക്കട്ടെ. ഇതിൻ്റെ അത്ര പീസ് വന്നാൽ മതി, നിലവിൽ നമ്മുടെ പണി കഴിയും. ശരിച്ചു കുത്തണം, എന്നാലേ പൊട്ടുള്ളൂ. അതിൻ്റെ പൊട്ടിക്കൽ ശരിയല്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വണ്ടി പണിയാനായിട്ട്, അതായത് പണിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഭാഗം, ബ്രേക്കും സംഭവങ്ങളൊക്കെ എയർ ഇറങ്ങി പോകണ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാജേഷാണ് ഈ കല്ലും കൊണ്ട് പോയേക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വണ്ടി എന്തായാലും നീ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കാറ് ഇവിടെ ഒതുക്കി നിർത്തി നേരെ വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ ഒന്ന് കൊണ്ടിട്ട് കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഇറങ്ങി പോകുന്നത് കൊണ്ട് നമ്മൾ ഇത്തിരി നേരം നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വീൽ എയർ ഇറങ്ങി പോവുക. അപ്പോൾ ഈ കംപ്രസറുണ്ട്, ഇവിടെ ബൂസ്റ്ററുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അത് ബാക്കിന്ന് അതെ ഈ കാണുന്ന ബൂസ്റ്ററിൻ്റെ വല്ല കിറ്റ് പോയതെങ്ങാനും ആവാനാണ് ചാൻസ്. എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പോയി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്കട്ടോ. നിലവിൽ ചാവി ഓൺ ചെയ്തപ്പോൾ കണ്ടു ഹാൻഡ് ബ്രേക്കിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അതുപോലെ എയർ ഇല്ലാത്തത്, തീരെ എയറില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ന്യൂട്രൽ ആക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തോട്ടെ കേട്ടോ. സ്റ്റാർട്ടിങ് ഒക്കെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു ബാറ്ററി പുത്തൻ ബാറ്ററിയാണ്, മറ്റേ ബാറ്ററി പുത്തനല്ല, പക്ഷെ ഒരു കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വെക്കുന്ന സമയത്ത് രണ്ടും പുത്തൻ വെക്കണം, എന്നാലാണ് നിൽക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ ഓരോന്നും നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ പുതിയത് വെക്കാൻ പറ്റില്ല. അപ്പോൾ കേടാവുമ്പോൾ ഇനി കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് മേടിച്ച് വെക്കാം. അപ്പോൾ നിലവിൽ എന്തായാലും വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കാം നമുക്ക്. അപ്പോൾ വണ്ടി എടുക്കട്ടെ കേട്ടോ. അതായത് വീഡിയോ പിടിക്കലും അതുപോലെ തന്നെ വണ്ടി ഓടിക്കലും രണ്ടും കൂടിയിട്ടൊന്നും ഈ പരിപാടിയിലൊന്നും നടക്കില്ല. എത്ര വലുത് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ പോയിട്ട് മുട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എല്ലായിടത്തും ഫോൺ എല്ലായിടത്തും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വണ്ടി എത്ര സ്ഥലത്ത് ചെന്നിട്ട് കാണാം. സാധാരണ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ കണ്ടു, ആ റെഡൊക്കെ പോയി, റെഡ് ലൈനും പോയി, അതുപോലെ തന്നെ പാർക്കിൻ്റെ ഇതും ഒക്കെ ഓഫായി. അപ്പോൾ കുറേ നേരം റേസ് ചെയ്യേണ്ട വന്നിട്ട്. അപ്പോൾ സാധാരണ ഗതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ പോവാം. ഇങ്ങനെ എയർ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ ലീക്ക് ആണ് മെയിനായിട്ട് നോക്കുന്നത്, പിന്നെ ഓയിൽ, ബാക്കിയുള്ള സംഭവങ്ങൾ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകട്ടോ. ഗായ്സ്, വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ ടിപ്പറൊക്കെ പണിയുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ക്യാബിൻ പൊക്കിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സാധാരണ പോലെ ഒരു ലിവറൊന്നും പിടിച്ച് പൊക്കലല്ല. ഇതിൻ്റെ ഇവിടെ ഒരു ഏരോ മാർക്കുണ്ട്. ഈ ഏരോ മാർക്കിൽ ഈ ലിവർ ഇങ്ങോട്ടേക്ക് തട്ടിയിട്ട് ഈ സംഭവം, അപ്പോൾ എയറിൽ തന്നെയാണ് ഇത് പൊക്കണതും. അതല്ലേ? അപ്പോൾ അതെ. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ തന്നെ പൊങ്ങി പോവാ, അല്ലാണ്ട് മറച്ചിട്ടല്ല. ഹൈഡ്രോളിക് സിസ്റ്റം ആണ് കേട്ടോ പൊക്കണം. ഇതുണ്ട്, അവിടെ ഒരു ജാക്കിയുണ്ട് ചെറുതായിട്ട്, അത് പൊങ്ങി പൊങ്ങി പോവാ. നമ്മൾ മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പിടിച്ച് അങ്ങോട്ട് മറിച്ചിടല്ലേ. ഹോൺ ബമ്പറുമേ ഇല്ലാന്ന് തോന്നണു. ഇതല്ലേ, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് പിടിച്ചിട്ട് പൊക്കി വേണം കേട്ടോ കൊണ്ടുവരാനായിട്ട്. പുതിയ പരിപാടികൾ എന്തായാലും കണ്ടുപിടിക്കാം. ഗിയർ കറക്റ്റാ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഊരി പോരും അല്ലേ. ഗിയർ ന്യൂട്രാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അതുമ്പോൾ തട്ടൂലേ. എഞ്ചിൻ റൂം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ. നിലവിൽ നമ്മളുടെ ഇപ്പോൾ ഓയിലിൻ്റെ ക്യാപ്പേഷൻ നോക്കിയിട്ടോ. അപ്പോൾ ഓയിൽ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കനായിട്ടില്ല, പുത്തൻ ഓയിലാന്ന് പറഞ്ഞു. അപ്പോൾ ഓയിൽ മാറ്റിയിട്ട് അധികം ആയി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ നിലവിൽ കൂളൻ്റ് നോക്കിയിട്ടില്ല പുറത്തുനിന്ന് ആയ കാരണം. പിന്നെ എന്തൊരു വേറെ 2-3 കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ മൊത്തം വാട്ടർ സർവീസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അറിയുള്ളൂ. ഇതിവിടെ കണ്ടു, പിന്നെ ഒരു ചെറിയ കിൻസിലുണ്ട്.
അതുപോലെ തന്നെ ഇത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ ചെറിയ കിഴിച്ചിലുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കിയിട്ട് ഇത് ഓയിൽ കൂടുതലായിട്ട് പുറത്തേക്കൂടെ ഒലിച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അതൊക്കെ നോക്കി. പിന്നെ അതുപോലെ ഇവിടെ ഇതിൻ്റെ ബുഷ് പോയിട്ടുണ്ട്, ഈ നമ്മുടെ ഷോക്ക് അബ്സർവ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബുഷ് പോയിട്ടുണ്ട്. പിന്നെ അവിടെ ലീഫിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരയുണ്ട്, അതിൻ്റെ ഒരു ബുഷ് മാറ്റേണ്ട വരും കേട്ടോ. അപ്പോൾ പിന്നെ ഗിയറിൻ്റെ ഇവിടെ ഒരു ചെറിയ ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു കിനിച്ചിൽ മാത്രമല്ല, ലീക്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും അടിയിൽ എഞ്ചിൻ ഓയിലിൻ്റെ അവിടെ ഉണ്ട് ചെറുതായിട്ട്. ആ സൈഡ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ചേട്ടാ, ആ സൈഡ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ആ സൈഡ് ലീഫിൻ്റെ ഒരു ബുഷ് മാറ്റാൻ ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, എന്നാലും അത് മാറ്റുകയാണെങ്കിൽ നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയില്ല, ഇതെങ്ങനെയാണ് ഇതുമോ ഒരയുമ്പോഴാണ് ഈ സാധനം ഇവിടുത്തെ ബുഷ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സാധനം ഇതുമേലേക്ക് ഒരയുമ്പോഴാണ് ഇവിടെ ഒന്നും അറിയണതെന്ന് പറഞ്ഞാൽ. അപ്പുറത്തെ സൈഡോ അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ വേറെ ഉണ്ട്, ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിലവിൽ അത് അറിയണതുകൊണ്ട് ഇവിടുത്തെ ഒറ്റൊരു ബുഷിൻ്റെ മാത്രം ഇതുണ്ടാവുള്ളൂ, മൊത്തം മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് പാച്ച് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ മഡ് ഗാർഡ് വളഞ്ഞ് പൊളഞ്ഞ് തോട് പൊടിയായിട്ട് ഇരിക്കണേ, ഇതൊക്കെ ഷേപ്പ് അടിച്ചെടുക്കണം. അതേപോലെ പൊട്ടിയിട്ടുള്ളത് വെൽഡ് ചെയ്യണം. പിന്നെ ഇതിവിടെ ഒരു ചെറിയ പാച്ച് ഉണ്ട് കണ്ടു, ഇതെന്തോ ഉള്ളിൽ നിന്ന് കുത്തിയിട്ട് കമ്പി കുത്തിയിട്ട് പൊട്ടി പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഹോൾ അടയ്ക്കാണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടയർ കണ്ടോ വട്ടങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു സംഭവം മാറ്റിയിട്ട് ഇത് പുത്തൻ ടയറാണ്. ഇതിപ്പോൾ കട്ട ചെയ്തിട്ടിടണോ അതിങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അത് ചോദിച്ചിട്ട്, അതായത് അറിയാവുന്നവരുടെ ചോദിക്കണം. ചിലപ്പോൾ എനിക്ക് ഡെമ്മി ടയറിലേക്ക് ഇങ്ങനത്തെ ഇട്ടാൽ മതിയാവും, ഇത് തന്നെ കാലങ്ങളോളം കിടക്കും, വെറുതെ റിസോൾവ് ചെയ്ത് അതിനകത്തേക്ക് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് തന്നെ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ റിസോൾവ് ചെയ്തിട്ട് മാറ്റി ഇട്ട് കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ബാറ്ററിയുടെ ഇവിടെ എന്തോ ഒരു സംഭവം വരും തോന്നണു, അറിയില്ല. വേറെ വല്ല വണ്ടി കണ്ടാലും ഇനി നോക്കിയാലേ അറിയുള്ളൂ. ഒരു കയറ് വെച്ച് കെട്ടിയിട്ടുള്ളത് എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ തയ്ച്ച് കളഞ്ഞിട്ട് അവിടെ എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ച് വെക്കണം. പിന്നെ അതുപോലെ ഇത് പൊക്കണ സംഭവം പറഞ്ഞില്ലേ, അതിന് ഇവിടെ ഒരു ഇതുണ്ട്, ലിഫ്റ്റ് ഉണ്ട്, ജാക്കി. ഈ ജാക്കിയുടെ കിറ്റ് പോയതാണോ എന്നൊരു സംശയമുണ്ട്, കാരണം ഓയിൽ അടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഇനിയും പൊന്താനുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത്രയാണ് പൊന്തണുള്ളൂ. അപ്പോൾ നിലവിൽ അതിൻ്റെ വലുതും പോയിട്ടുണ്ട്. സംഭവം ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ അതും ഇതൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം ഓടി തുടങ്ങുമ്പോൾ മെല്ലെ മനസ്സിലാവുമ്പോൾ മാറ്റി കൊണ്ടുപോകാനുണ്ട്. എല്ലാം ഒറ്റയടിക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ ഇപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് നോക്കണം, എയർ ഫിൽറ്ററിൽ പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ എന്നിട്ട് വേറെ കൂളൻ്റ് ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ പാച്ചും കാര്യങ്ങളും വേറെ ബോഡിയുമ്പോൾ വേറെ യാതൊന്നുമില്ല കേട്ടോ. ആകെ മഡ്ഗാർഡ് ശരിയാക്കലും ബോഡി അതേപോലെ ലേശം മലച്ചുണ്ട് കണ്ടു എന്ന് കാണുമ്പോൾ അതൊന്ന് ചെറുതാണ്, ഒരു 1/2 ഇഞ്ച്. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ പണികളൊക്കെ ഉള്ളൂ, പാച്ച് വർക്കും അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ ഭാഗമൊക്കെ ആയിട്ട്. അപ്പോൾ ആ സംഭവങ്ങൾ ഓരോന്ന് ചെയ്ത് വിടാനുള്ള പരിപാടിക്കാണ് കേട്ടോ ചേട്ടാ. പിന്നെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് നോക്കണം എന്താ അവസ്ഥ എന്ന്. മാറ്റാനുള്ളതാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ മാറ്റണേ. ഇപ്പോൾ നിലവിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഭാരത് ബെൻസിൻ്റെ കമ്പനിയിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതാണ് ഒറിജിനൽ സാധനങ്ങൾ. വേറെ എവിടെയെങ്കിലും നമ്മൾ വില കുറവിന് സാധനം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മേടിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ എവിടെ നമ്മൾ മാറ്റി കഴിഞ്ഞാലും പണി ചെയ്യണമെങ്കിലും സാധനങ്ങൾ മേടിച്ചിരുന്നത് ഒറിജിനൽ മാത്രം മേടിച്ചിടും, അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക പൈസ അവിടുത്തെ ലേബറും അതിൻ്റെ GST ഒക്കെ കൂടിയിട്ട് കൂടുതൽ ബില്ല വരിക എന്ന് പറയണത് നമുക്കറിയില്ല, നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേണ്ട, നമുക്ക് നിലവിൽ എല്ലാ സാധനവും ഒറിജിനൽ മേടിച്ചിട്ടിട്ട് ഇത് ചെയ്യാം. എന്താ വിശേഷം നമ്മളൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ, നാടുവിട്ട് പോയത് വിചാരിച്ചു ഞാൻ. എയർ ഫിൽറ്റർ പൊടിയൊന്നും ഇല്ല അല്ലേ വലിയ കാര്യമായിട്ട്, പ്രസ്സായിട്ടുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ വന്നിട്ടില്ല അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ ഡബിളാണല്ലേ. അപ്പോൾ നല്ല വിലക്കുള്ള സാധനം ഉണ്ട് അല്ലേ, ഒരു 5000 രൂപ ഉണ്ടാവുമോ? അധികം ഉള്ളുണ്ടാവാനേ ചാൻസ് ഉള്ളൂ അല്ലേ. നിലവിൽ പൊടിയും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല, പക്ഷേ അതിൻ്റെ സീറ്റിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയോ മുട്ടിയിട്ടേ ഡബിൾ ഫിൽറ്ററാണ് കേട്ടോ, ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് വരണം കയറ്റി വയ്ക്കും വന്നിട്ട് പരിപാടി. പക്ഷേ എവിടെയോ മുട്ടിയിട്ടുള്ളതുകൊണ്ട് ഞളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ആദ്യം നോക്കണം എന്താണ് സംഭവം എന്നുള്ളത്. പൊടി അടിക്കാണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പൊടി അടിച്ച് വിടായിരുന്നു അല്ലേ. അയ്യോ അവിടെ ഇതൊരു സർവീസ് സ്റ്റേഷനാണ്, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് പൊടി അടിച്ചിട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സംഭവം വലിയ ഇതൊന്നും ആയിട്ടില്ല, ഈ ജാമായതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ നിലവിൽ. അതേപോലെ നമ്മുടെ ടിപ്പറൊക്കെ ആണെങ്കിൽ 4 ഇരട്ടി പൊടിയല്ലേ ആവുക. ഈ സാധനത്തിന് ശരിക്കും പറഞ്ഞാൽ പൊടി എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കുറവാണ്. അല്ല സാധാരണ സിമെൻ്റൊക്കെ കയറ്റിയിട്ടുള്ളത് കൊണ്ട് പൊടി കൂടുതലാവാനാണല്ലോ ചാൻസ്. ഇതിപ്പോൾ എവിടെയോ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരുന്നു ചേട്ടാ ഈ സംഭവം അതങ്ങനെ ശരിക്കും ഇടാത്തതുകൊണ്ടല്ലേ.
ഇത് നോക്കിയിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ പോലെ ബെൻഡാവുന്നല്ലേ? ആ നോക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അതാവും. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല നിലവിൽ അല്ലേ? പിന്നെ വലിയ കുറവിന് വേറെ എന്നിട്ട് നോക്കണ്ടേ? വലിയൊരു ചെറിയ കുറവാ. അത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴേ അവർ പറഞ്ഞ എയർ ഫിൽറ്റർ എങ്ങാനും ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നോസിലൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതെ അല്ലേ, തൊടണ്ട അല്ലേ? അപ്പം ഇങ്ങനെ പോട്ടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഗിയറിലൊന്നും പ്രശ്നമില്ല. ടോപ്പിലും അഞ്ചാമത്തെ ഗിയറും ആറാമത്തെ ഗിയറിലാണ് പ്രശ്നമുള്ളൂ നിലവിൽ. അപ്പൊ അവനെ കൊണ്ട് നോക്കിക്കാം അല്ലേ? അപ്പൊ ഇത് പണിത് പരിചയമുള്ളവരാകുമ്പോൾ ലാസ്റ്റിൽ എളുപ്പമുണ്ടെന്നല്ലേ കാര്യത്തിന്? രഞ്ജോട്ടം കൂടുതലും മസ്തയും അല്ലെങ്കിൽ ഇപ്പൊ മസ്താന്നല്ല, ഭാരത് ബെൻസ് കുറവല്ല ഈ ഭാഗത്ത്. അപ്പൊ അത് കാരണം ചെറിയ ചെറിയ വകുപ്പുകൾ കുഴപ്പമില്ല എയറിന്റെ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് അവിടെ കൂടി ഒന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ എയറിൻ്റെ ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്തുകൂടാ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ലീക്കും സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ലീഫ് അവിടെ ചെയ്യാമെന്നല്ലേ പറഞ്ഞ ചേട്ടൻ ബുഷ്? അപ്പോൾ ലീഫ് അവിടെ ചെയ്യാം. പിന്നെ മറ്റേ നോസിലിൻ്റെ കാര്യം അവനോട് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. മറ്റേ അതിൻ്റെ കിറ്റ് മാറാൻ മറ്റേ പയ്യൻ്റെ അടുത്ത് വരാൻ പറയാമെന്നല്ലേ? നമ്മുടെ ക്യാബിൻ്റെ ഷോക്ക് അബ്സറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിന് വേറെ ഇത് ഇവിടെ മാറ്റാൻ പറ്റില്ല. ഇതിൻ്റെ കിറ്റ് വേറൊരു പയ്യൻ്റെ കയ്യിലാണ് ഉള്ളൂ. അത് അവൻ്റെ അടുത്ത് നിന്ന് പോയി മേടിച്ചിട്ട് വേണം, അവനെ കൊണ്ട് തന്നെ വേണം മാറ്റിക്കാനായിട്ട്. അപ്പം നിലവിൽ അല്ലെങ്കിൽ കമ്പനി പോണ സമയത്ത് അവിടെ നിന്ന് മാറ്റി വന്നിട്ട് മേടിച്ച് വന്നിട്ട് ഇവിടെ മാറ്റാൻ പറ്റും. അപ്പോൾ അവൻ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ അവനോട് പറഞ്ഞ് മാറ്റിക്കാന്ന് വെച്ചിട്ട് കേട്ടോ. എന്ത് ജോൺസൻ്റെ പ്രശ്നം? എന്താ വണ്ടിക്ക് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ചുമ്മാ അതുകൊണ്ട് വെറുതെ വർഷോപ്പിലേക്ക് വരുന്നതാ അല്ലേ? വണ്ടിക്ക് പണി ഉണ്ടായിട്ടൊന്നല്ല, രഞ്ജോട്ടൻ വണ്ടി കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളുടെ എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്തു കേട്ടോ. എഞ്ചിൻ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ക്രാങ്കേഴ്സ് ആണ് പറഞ്ഞാൽ അഴിക്കേണ്ട ആവശ്യമില്ല, അത് നെറ്റ് ലൂസായിരിക്കും. അപ്പോൾ നെറ്റ് ലൂസായതുകൊണ്ട് തന്നെ അത് ടൈറ്റ് ചെയ്താൽ മതി. അത് പേസ്റ്റിംഗ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത് കാരണം വേറെ മറ്റേ സീലിടാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സാധനം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെയുള്ളത് നമ്മുടെ പൊക്കുമ്പോഴത്തെ ആ ഷോക്ക് അബ്സറിൻ്റെ പ്രശ്നം, പിന്നെ ബാക്കിലത്തെ അങ്ങനെ അല്ലറ ചില്ലറ നേരത്തെ കാണിച്ചിരുന്നില്ല. അത് മാത്രമല്ല, ഇതൊക്കെ വാഷ് ചെയ്യാനുള്ളത് മാത്രമാണ്. വേറെ എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ പൊടി തട്ടാനുള്ള ഇതുപോലും ഇല്ല നിലവിൽ. ചെറുതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. വലിയൊന്നും ബാധിക്കുന്ന കേസില്ല. നമുക്ക് നോസിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് വലിയ കുറഞ്ഞിട്ടല്ല, ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ എനിക്കിതൊരു വലിയ കുറവാണെന്നുള്ളൊരു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഇനി ക്യാബിൻ താത്തലാണ് കേട്ടോ. അതേ ഇവിടെ ഒരു ലിവറുണ്ട്. ഞാൻ ഈ ലിവർ പിടിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ക്യാബിൻ താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടു? അപ്പം ഇനി താത്തട്ടെ ഇത് എയർ ഫിൽറ്ററിൻ്റെ സംഭവം. അപ്പോൾ അതേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കറക്റ്റ് കയറിപ്പോവും. കണ്ടു? അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇതിറങ്ങി വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആവണം കേട്ടോ. ആവില്ലേ? ആവുമെന്ന് വിചാരിക്കാം. ഇല്ലല്ലോ രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഇല്ല കറക്റ്റായിട്ട് കയറി. ഓക്കെ, കഴിഞ്ഞോന്ന് എങ്ങനെയാണോ അറിയാം. രഞ്ജേട്ടത് കഴിഞ്ഞാൽ നിൽക്കുമോ? അതെ, അത് കഴിഞ്ഞെന്ന് വിചാരിക്കണം. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനി ഇത് സെൻറ്ററിൽ വെക്കണം എന്നുണ്ട്, രണ്ടിലല്ലാണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നോക്കട്ടെ കേട്ടോ. ഒരു പകുതി ഓയിൽ പോകുന്നു. ഇത് എവിടെ നിന്ന് ഓയിൽ പോയേക്കണേ? അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ആ ഷോക്ക് അബ്സർ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ സീല് പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ക്യാബിൻ പൊന്തിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ക്യാബിൻ ഈസി ആയിട്ട് പൊക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീല് മാറ്റണം. അതിൻ്റെ ഓയിലാണ് പോയിട്ടുള്ളത് നിലവിൽ. അല്ലറ ചില പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. പുതിയ വണ്ടിയല്ലല്ലോ എടുത്തിട്ടുള്ളത്. ഒന്നും വിഷയമില്ല, അതൊക്കെ നോക്കി ക്ലിയർ ചെയ്യണം. രഞ്ജോട്ടനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നോക്കിപ്പിക്കട്ടോ ബാക്കിയുള്ളത് കൂടി. നിലവിലേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഇപ്പോൾ വീണ്ടും ഇറങ്ങിപ്പോയിണ്ടാവും. അപ്പോൾ പുള്ളി പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എയർ കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് എവിടെ ലീക്ക് എന്നുള്ളത് നോക്കാം എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയോ, വീണ്ടും റെഡ് വന്നിട്ടുണ്ടാവും. മോട്ടറാണ്. ഓക്കെ, നോക്കട്ടെ. കണ്ടോ, അതൊക്കെ വന്നു. അത് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല, എയർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. കണ്ടോ, 2 ടാങ്കിൽ എയർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനി എയർ കയറണം, എല്ലാം കയറണം. സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കയറിക്കോളും. പക്ഷെ ഇങ്ങനെ ആവാൻ പാടില്ലേ. ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വല്ല അത്യാവശ്യത്തിന് എടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പോകാൻ പറ്റില്ല.
അത് വലിയൊരു കുഴപ്പമാണ്. പിന്നെ അത് GPS-ൻ്റെ സാധനം ഇവിടെയാണ് ഇരിക്കുന്നത്. അത് എടുത്ത് മാറ്റി വേറെ എവിടേക്കെങ്കിലൊക്കെ വെക്കണം, കാണില്ലാത്ത സ്ഥലത്തേക്ക്. പിന്നെ നമുക്ക് മൊബൈൽ ചാർജർ ചെയ്യാനായിട്ട് മറ്റേ നമ്മുടെ എന്താ പറയുക കാർ ചാർജർ അല്ലാണ്ട് നമ്മുടെ സാധാ ചാർജർ ഉണ്ടല്ലോ മൊബൈലിൻ്റെ, ആ സാധനം കുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ AC-യുടെ ബ്ലോവറൊന്നും കുഴപ്പമില്ല കേട്ടോ, വർക്ക് ചെയ്യുന്നത് നല്ല കാറ്റാണ്, ഫുഡിൽ കാറ്റാണ്, കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ AC ഒന്ന് കയറ്റണം അങ്ങനെയൊക്കെ വിചാരിക്കണം. അതൊക്കെ നടക്കണോ ഈ പറഞ്ഞ പൈസയിൽ എല്ലാം കൂടി ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ, അപ്പോൾ നോക്കണ്ട്. വയസ്സ് നിലവിൽ നമ്മളുടെ ഇത് ലീക്ക് ഉണ്ടോയെന്ന് അറിയാനായിട്ട് സോപ്പ് വെള്ളം ഒറ്റിച്ച് വെക്കുകയാണ് കേട്ടോ. ഗൈസ് നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ബൂസ്റ്ററുകളൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇപ്പുറത്തെ ബാക്കിലത്തെ സൈഡിൽ ചെക്ക് ചെയ്തപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇവിടുത്തെ ബൂസ്റ്റർ വിടിയിച്ചിട്ടേക്കാണ് ഓൾറെഡി. ഇത് കണ്ടു, ഈ ഒരു നെറ്റ് അയച്ചിട്ടേക്കണ കണ്ടു. അപ്പോൾ അതായത് ഈ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ ഇത് പൊട്ടിയിട്ട് കണ്ടു, ഇത് പൊട്ടിയിട്ട് ഇത് ലീക്കാവുകയാണ്. ഇത് ഓൾറെഡി പൊട്ടിയിട്ട് ലീക്കായിട്ട് ഇത് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കിറ്റ് സംഭവം മേടിച്ച് മാറാൻ പറ്റും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റ് മേടിക്കാൻ പോകണമെങ്കിൽ പാലക്കാട് പോകണം. അപ്പോൾ നിലവിൽ ഇവിടെ ഈ സാധനം ബൂസ്റ്റർ അങ്ങനെ തന്നെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആ ബൂസ്റ്റർ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയി നോക്കേണ്ടത് കിട്ടുമോ ഇല്ല എന്നുള്ളത്. സംഭവം വേറെ യാതൊരു പ്രശ്നമില്ല, ആകെ ഒരു ബുഷ് മാത്രമാണ് പോയിട്ടുള്ളൂ ലീഫിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒരു കിറ്റ്, പിന്നെ വേറെ സംഭവങ്ങളൊന്നും നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിന് കുഴപ്പമില്ല. പിന്നെ ക്രാങ്ക് കേസ് അഴിച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ട കേസും. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളൂ കേട്ടോ. നമ്മുടെ കാറ് നിലവിൽ അവിടെ ഇട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കാറ് എടുത്തിട്ട് വരണം, പോയിട്ട് കാർ എടുത്തിട്ട് വന്നിട്ട് വേണം ടൗണിൽ പോയിട്ട് ആ സാധനം മേടിക്കാനായിട്ട്. അപ്പോൾ നേരെ കാർ എടുക്കാൻ പോവാം. അത് നമ്മൾ കാറിൻ്റെ അവിടെ എത്തി. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു പണിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിലവിൽ നമ്മളുടെ അവിടുത്തെ കല്ല് പൊട്ടിക്കണ വീട് പണിയുന്ന സ്ഥലത്ത് കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്കാരൻ്റെ അടുത്ത് ഹിറ്റാച്ചി. അപ്പോൾ ആ ഹിറ്റാച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്കർ കൊണ്ട് കുത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ അവിടെ വരെ ആദ്യം പോകണം, എന്നിട്ട് വേണം വണ്ടിയുടെ സാധനം മേടിക്കാൻ. അപ്പോൾ നമുക്ക് നേരെ അവിടെ വരെ പോകട്ടോ. എനിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ആ കാര്യം നടക്കണത് എല്ലാ കാര്യവും കൂടി ഒരുമിച്ചോ. ഇപ്പോൾ നമ്മുടെ അവിടെ വീട് പണിത് നമ്മൾ കട്ട വിരിച്ച സ്ഥലമില്ലേ, അതിൻ്റെ പോളിഷ് അടിക്കാനായിട്ട് വന്നത് കറക്റ്റ് ഇന്ന് തന്നെ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി പണിയിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് പറഞ്ഞത് ഇന്ന്. വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു കൊണ്ടു ചെല്ലാൻ പറഞ്ഞത് ഇന്ന്. അതുപോലെ കല്ല് പൊട്ടിക്കാനുള്ള ആളും പറഞ്ഞു കല്ല് പൊട്ടിക്കാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ അതായത് വേഗം അങ്ങോട്ട് വരാം. ഈ 3 സ്ഥലത്തേക്ക് ഒരാൾ ഞാൻ തന്നെ ഓടണം. അപ്പോൾ നിലവിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചല്ലേ അതെല്ലാ കാര്യം കൂടി ഒരുമിച്ച്. എന്നാൽ പണിയില്ലാത്ത ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാം, അന്ന് ഹിറ്റാച്ചിക്കാരനും വിളിക്കില്ല, അല്ലെങ്കിൽ പോലീസുകാരനും വിളിക്കില്ല, വണ്ടി വർക്ക്ഷോപ്പുകാരനും വിളിക്കില്ല, ആരും വിളിക്കില്ല. അപ്പോൾ നിലവിൽ എന്തായാലും അത് നോക്കിയിട്ട് കാര്യമില്ല. ആദ്യം കല്ല് കുത്തി പൊട്ടിക്കുന്ന സ്ഥലത്ത് അവന് ചെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം നേരെ വണ്ടിയുടെ സാധനം മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവാം. അപ്പോൾ നേരെ വീട് പണിയുന്ന സ്ഥലത്ത് പോയി ഒന്ന് നനയ്ക്കുകയും ചെയ്യാം, എന്നിട്ട് പോരാം. നമ്മൾ വരുമ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ പുള്ളി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ വിചാരിച്ച് ഈ കുഴി മൂടാനെന്ന് വിചാരിച്ചിട്ട് വേഗം നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഒന്ന് ബക്കറ്റ് പിടിപ്പിച്ചിട്ട് സംഭവം നമുക്ക് കല്ല് കുത്തി പൊട്ടിക്കായിരുന്നു വേണ്ടത്. അപ്പോൾ നിലവിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, തൽക്കാലത്തേക്ക് ഒരു കാര്യം ഇത് ഇവിടെ നമുക്ക് ആൾക്കാരെ നിർത്തി ഫില്ല് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്ല് വെച്ച് അടക്കി പാക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മണ്ണിടാൻ. മുകളിൽ ചാക്കോ സംഭവങ്ങൾ വെച്ചിട്ട് വേണം മണ്ണിടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ മണ്ണിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി പോകുമൊന്നുമില്ല. നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ മറ്റേ ഔട്ട്ലെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിലവിൽ ഈ കിറ്റാച്ചി അന്ന് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ മണ്ണിട്ടിട്ട് കുറേ ഇവിടെ ചെരുവുണ്ടാക്കിയായിരുന്നു. ആ മണ്ണ് മുഴുവൻ കയറ്റി മുകളിലേക്ക് ഇടുക. എന്നിട്ട് ഈ മണ്ണെടുത്ത് നമ്മൾ നിലവിൽ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആൾക്കാരെ നിർത്തിയിട്ട് ഇനി ഇതിൻ്റെ ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബക്കറ്റ് എടുത്ത് നമ്മൾ ബക്കറ്റ് മാറ്റിയിട്ട് ബ്രേക്കർ ഫിറ്റ് ചെയ്യും. ബ്രേക്കർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന കല്ല്, ആ കിടക്കുന്ന കല്ലുകളുണ്ടല്ലോ, അത് കുത്തി പൊട്ടിക്കാനാണ് ഫുള്ള്. പിന്നെ ഈ ഇരിക്കുന്ന വലിയ കല്ലൊക്കെ നിലവിൽ അങ്ങനെ തന്നെ നമ്മൾ ഇടുകയാണ് ചെയ്യണത്. അല്ലാണ്ട് കുത്തി പറക്കണം, അല്ലാണ്ട് ആ വലിയ വലിയ കല്ലുകൾ കുത്തി പൊട്ടിക്കുക. ഏറ്റവും വലുത് മാത്രം കുത്തി പൊട്ടിക്കണത്, ചെറുതൊന്നും വലിയ കാര്യമായിട്ട് കുത്തി പൊട്ടിക്കണില്ല കേട്ടോ. കമ്പി കണ്ടു, ഈ കമ്പിയുടെ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ് നമ്മളൊരു കയറ് കെട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാനം മാന്തേണ്ട സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് മാത്രം എടുത്ത് മാറ്റി ഇനി ഇവിടെ നമ്മൾ ആ വലിയ വലിയ കല്ലുകളൊക്കെ അടിയിലിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആകെ ഇത്രയ്ക്കാണ് നമ്മുടെ മണ്ണ് മാറ്റേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ. ഇതെടുത്തുള്ളിലേക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷേ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് അത് ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നിലവിൽ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റ് ഉണ്ടല്ലോ, മണ്ണ് മാന്തണ ബക്കറ്റ് മാറ്റിയിട്ട് കല്ല് കുത്തി പൊട്ടിക്കണ ബ്രേക്കർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ബ്രേക്കർ ഇനിയിപ്പോൾ വെയിലത്തിട്ടിട്ട് പണിയുന്നല്ലേ, ചോദിക്കി നിർത്തുകയാണെങ്കിൽ തണൽ കിട്ടിയേനെ. രണ്ടുപേരും ഉഷാറില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വെയിലത്ത് അങ്ങോട്ട് പണിയിട്ടെ.
നിലവിൽ ബക്കറ്റാണ് നിൽക്കുന്നത്. ബക്കറ്റിൻ്റെ ഇവിടെ നിന്ന് ഈ പിന്നെ അങ്ങോട്ട് ഊരി എടുക്കും അല്ലേ? ഒരു പിന്നെ രണ്ട് പിന്ന്. ആ, ഇതിലൊരു പിന്നുണ്ട്, ഇതിലൊരു പിന്നുണ്ട്. ഈ രണ്ട് പിന്നെ അങ്ങോട്ട് ഊരി എടുത്തിട്ട് നമ്മുടെ ബ്രേക്കർ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് 55-ൻ്റെ മെഷീനല്ലേ? 55-ൻ്റെ മെഷീന് പറ്റിയിട്ടുള്ള ബ്രേക്കർ. ഇത് എത്രേൻ്റെ എന്നാടാ പറയുക? അങ്ങനെ പറയില്ലേടാ അതിന്? 500 കിലോൻ്റെ. അപ്പോൾ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇനി മാറ്റി ഫിറ്റ് ചെയ്യണം. മാറ്റി ഫിറ്റ് ചെയ്താലേ നമ്മൾ കല്ലൊക്കെ ഫുള്ള് കുത്തി പൊട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. സംഭവം നമ്മൾ കരിക്കൽ കൂറിയിലൊക്കെ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ 4 ഇരട്ടി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ 500-ൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ചിലപ്പോൾ 2000-ൻ്റെ ആവും അല്ലേ? 2000-ൻ്റെ. അപ്പോൾ ഈ നമ്മുടെ കുത്തണ സാധനമൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇപ്പോൾ ഇതൊരു ഈ സാധനം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000 രൂപ 15,000 രൂപ അങ്ങനെ വിലയുണ്ടെങ്കിൽ ഇതിന് എത്രയുണ്ടോ വില? കറക്റ്റ് 10 രൂപ. മറ്റേത് 1,00,000 രൂപയൊക്കെ വില വരുന്നതല്ല, 50, 60, 70 ഒക്കെ ഉണ്ട്. പല വിലയുടെ ഉണ്ട്. ഒന്നിൻ്റെ താഴെ വരെ വില വരുന്ന സാധനം കേട്ടോ. ഇനി ബ്രേക്കറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വളരെ നല്ലതാണ്. നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ പുറമ്പിൽ കിടക്കണ വലിയ ഉണ്ടക്കല്ലുകളൊക്കെ കിറ്റാച്ച് വരുന്ന സമയത്ത് ആ കല്ലൊക്കെ മാന്തിയിട്ട് വലിയ കല്ലുകളാണെങ്കിൽ അത് കുത്തി പൊട്ടിച്ച് കഴിഞ്ഞാലേ സുഖമായിട്ട് നമുക്ക് മതിൽ കെട്ടാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു കല്ലും വേസ്റ്റ് ആവില്ല. കല്ലിപ്പോൾ കിട്ടണമെങ്കിൽ എത്ര പൈസ വേണം? ചെറിയ കല്ലുകൾ ഒരു മീഡിയം നമ്മുടെ അവിടെ കിടക്കുന്ന സൈസ് ഉണ്ടക്കല്ല് വരെയല്ല മാക്സിമം പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങോട്ടാ ഫോണിലാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒന്നുമില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ അവിടെ കിടക്കുന്ന സൈസ് കല്ല് വരെയാണ് കേട്ടോ കുത്തി പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവർ മാറ്റിയിട്ടെ. ഇവിടെ ചെറിയ തണലുണ്ടാവും, ഒരു പണിയിനോടത്ത് നല്ല വെയിലാണ്. അവരത് മാറ്റിയിട്ടെ. അപ്പോഴേക്കും എനിക്ക് എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നനച്ചിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അന്ന് ഈ കിറ്റാച്ചിങ് കൊണ്ട് ഉള്ള കല്ല് മുഴുവൻ, അതായത് നമ്മുടെ സിമെൻറ്റ് കട്ട മുഴുവൻ ഉന്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടുത്ത പണിക്കാരനെ നിർത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ കേട്ടോ. സ്റ്റെപ്പ് കെട്ടാനും അതുപോലെ ആ സൈഡ് കെട്ടാനൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഫുള്ള് കല്ല് നിലവിൽ വലിയ കല്ലുള്ളതൊക്കെ കുത്തി പൊട്ടിക്കുക. ചെറിയ കല്ലാണ് കൂടുതൽ. വലിയ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു 5-10 എണ്ണമാണ് പൊട്ടിക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള കല്ലൊക്കെ ചെറിയ കല്ലുകളാണ്. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട, പടപടയെന്ന് പറഞ്ഞാൽ പരിപാടി തീർക്കും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് കെട്ടാനും പറ്റുമേ. അപ്പോൾ അയ്യോ, ഇപ്പോൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. അതാണ് പ്രശ്നം. ഇവിടേക്ക് കാണാം, കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ ഈ കല്ലൊക്കെ ചിന്നി നിൽക്കണതാ. ഇത് വെച്ചിട്ട് ബ്രേക്കർ കൊണ്ട് 4 തട്ട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാനുള്ള സംഭവങ്ങളൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ ഇവിടെ ഇട്ട് ചെറുതായിട്ട് തട്ടാനുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. നമുക്ക് ചെറിയ ചെറിയ കല്ലുകളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയായി. ബാക്കി ഇതോ അല്ലെങ്കിൽ ഇവിടെയുള്ളതോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം വലിയ കല്ലുകൾ തന്നെ പറക്കി വയ്ക്കാനാണ്. ഇനി നനയ്ക്കാം ഫുള്ള്. നിലവിൽ നമ്മുടെ വീടിൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ. അടിവശവും തേച്ച് കഴിഞ്ഞു, അതുപോലെ തന്നെ മോളുവശവും എല്ലാം, അതുപോലെ ഈ പർഗോളയുടെ ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ ഈ റൂം കഴിഞ്ഞു, പിന്നെ ഹാളിൻ്റെ ഈ ഭാഗം കഴിഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിലവിൽ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം, അതുപോലെ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ മാത്രമാണ് ഉള്ളിലുള്ളൂ. പിന്നെ ഇതാ ഒരു മെയിൻ ഹോളും, ബാക്കി എല്ലാ ഭാഗവും നിലവിൽ കഴിഞ്ഞു. അയ്യോ, എൻ്റെ മോട്ടർ വെള്ളം തുറന്നു വിട്ടിട്ട് വർത്താനം പറഞ്ഞേക്കാം. ഗായ്സ് നനയ്ക്കട്ടെ കേട്ടോ, മറന്നുപോയി. വർത്താനത്തിൻ്റെ എനിക്ക് കാര്യം മറന്നുപോയി എന്ന് പറയില്ലേ. നിലവിൽ നമ്മുടെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഫിറ്റിംഗ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ മുകളിലേക്ക് തന്നെ പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യിപ്പിച്ചിട്ട് വേണം വണ്ടിയുടെ സാധനം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് അത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പെട്ടെന്ന് ആക്കിക്കട്ടെ. ഇത് സംഭവം 1 മണിക്കൂറത്തെ പണിയുള്ളൂ ഫുള്ള് കുത്തി പൊട്ടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബക്കറ്റ് ഊരി വെച്ചു കേട്ടോ. ബക്കറ്റിൻ്റെ ഒരു പിന്ന് ഊരി എടുത്ത് മാറ്റി വെച്ചു. ഈ രണ്ടാമത്തെ ഒരു പിന്നെ അതിനകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേടാ? 2 വേറെ ഉണ്ടല്ലേ? ഈ ബക്കറ്റ് അങ്ങോട്ട് മാറ്റി. അതെ ശരി, അത് ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ അത് കണ്ടില്ല. ഇവിടെ ഒരു പിന്നെ കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു പിന്നെ കിടക്കണം. ആ രണ്ടും അങ്ങോട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ലോക്ക് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ സാധനം മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്കർ ഇവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ. ബ്രേക്കറിൻ്റെ സംഭവം നിലവിലേക്ക് 2 കുറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിലൊരു കുറ്റി ഇതിലൊരു കുറ്റി ഇല്ല, ഈ 2 സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഈ വരുന്ന പൈപ്പ് ഇതിൽ നിന്ന് പിടിച്ച് ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുക്കണം അല്ലേ പയ്യ? അപ്പം മുന്നത്തെ വീഡിയോ എന്താ കാണാണ്ടിരുന്നത്? കാണാനുണ്ടോ നീ പയ്യ? അതിന് പയ്യക്ക് മലയാളം അറിയില്ല, എങ്ങനെ മനസ്സിലാവുക? കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവുക പയ്യക്ക്? പയ്യ വീട്ടിൽ ചെന്നിട്ട് കണ്ടോളോ, പണിയുടെ ഇടയ്ക്ക് കാണാൻ നിൽക്കണ്ട. ഞാൻ മലയാളത്തിലല്ലേ പറയണേ? ഭയ്യ മലയാളം അച്ഛ? എൻ്റെ ഹിന്ദി അച്ഛയല്ല, അപ്പം ഞാൻ മലയാളത്തിൽ പറയാം, അതാണ് നല്ലത്. നിലവിൽ അപ്പോൾ ഈ സാധനം കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തു, 2 പൈപ്പ് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കർ വർക്കിംഗ് ആയി. അപ്പോൾ ബ്രേക്കറിൻ്റെ പണിയും ആൾക്കറിയാമല്ലേ? ഉദ്ദേശിക്കുന്ന പോലെയല്ല അപ്പോൾ ആള്. പയ്യക്ക് മലയാളം അറിയാം. ഇനിയിപ്പോൾ അവൻ ബുദ്ധി കുറവാന്ന് പറയും. ഹൈറ്റ് ഇത്തിരി കുറവ്, ഇത്തിരി ബുദ്ധി കുറവാന്നുള്ളൂ, ബാക്കി ഒന്നും കുഴപ്പമില്ലാന്ന്.
അങ്ങനെ പറയില്ല, വെറുതെ പറഞ്ഞതാ. ഹൈറ്റും കമ്മിയാന്ന് പറയുന്നല്ലേ? എല്ലാ കുറ്റവും പറയാണെന്നല്ലേ? പയ്യ രുദ്രല്ലേ? രുദ്ര പയ്യ ഇന്നാള് വന്നായിരുന്നു. ഇന്നാള് വന്നിട്ട് മറ്റെന്താ പറയുക, ബക്കറ്റും കൊണ്ട് നമ്മുടെ പണികളൊക്കെ ചെയ്ത് വെച്ച് പോയി. അന്ന് ഈ സാധനം ഉണ്ടെന്ന് അറിയി ഞാൻ അന്നേ ഇത് കുത്തിച്ചിട്ടേ വിടുള്ളൂ പയ്യ. അതറിയാമോ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഇന്നലെ ആ ഊക്കിട്ട് ചോദിച്ചാൽ ബ്രേക്ക് ഉണ്ട് വീട്ടില്. പിന്നെ ആര് പറഞ്ഞു? അതെനിക്ക് മനസ്സിലായില്ല. ബ്രേക്കർ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞതെന്ന് എനിക്ക് അറിയണ്ടേ. മലയാളം കറക്റ്റ് മനസ്സിലായില്ല. ഇല്ല, ഞാൻ ഇപ്പൊ വേറൊരുത്തൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറയണത് ബ്രേക്കർ ഉണ്ടെന്നുള്ള വിവരം. സംഭവം എന്തായാലും ബ്രേക്കർ ഉള്ള കാര്യം രക്ഷപ്പെട്ടു. ഇനിയിപ്പോ കല്ല് കുത്തിപ്പൊട്ടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ട് ആപ്പ് വെച്ച് പൊട്ടിക്കാന്നൊക്കെ ഉദ്ദേശിച്ചത്. അതൊക്കെ നമുക്ക് കുറെ സമയം എടുക്കും. ഇത് പടപടയിൽ അടിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ പീസുകൾ കുറച്ച് ചെറുതാക്കിയാൽ മതി. ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് കുഴപ്പമില്ല. പിന്നെ ഇവന്റെ എഞ്ചിന്റെ കംപ്ലൈന്റ് ഒക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ടോ. ഈ ചൂടാവണ സംഭവം നാളെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലത്തെ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നായിരുന്നു. ആ ഫിൽറ്റർ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഭയ്യ ചൂടായിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നായിരുന്നത്. ഭയ്യ ഇപ്പൊ ചൂടാവണ കംപ്ലൈന്റ് നിന്നില്ലേ? ഇപ്പോഴും ഉണ്ടോ? ചൂടാവണില്ലേ? കംപ്ലൈന്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയുമ്പോ വിചാരിക്കുന്ന ഇപ്പൊ കംപ്ലൈന്റ് ഇല്ല. അതാണ് അതാണ് വായു എന്നല്ലേ? അതേപോലെ ഇപ്പൊ എന്തായാലും വണ്ടിയിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. വണ്ടി ഓക്കെയാണ്. ബ്രേക്കർ ഫിറ്റ് ചെയ്തെന്ന് വെച്ചാൽ വേറെ ഒരു പ്രശ്നങ്ങളും മാറ്റേണ്ട ആവശ്യമില്ല. ആകെ ആ ഫ്രണ്ടിലത്തെ സംഭവം മാത്രം മാറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഈ കുത്തണത് ലിവറുമ്പോ തന്നെയാണ് അപ്പോൾ ഇതിന്റെ വർക്കിംഗ് വരുന്നത്. ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ളതാ? ഇതാണ് കേട്ടോ. ഈ സംഭവം ചവിട്ടിയാണ് ചെയ്യണത്. അത് എന്തൊക്കെയാണ് മെത്തേഡ് എന്നുള്ളത് എനിക്കറിയില്ല. പയ്യ ഇതെനിക്കൊന്ന് പറഞ്ഞു തരട്ടെ എങ്ങനെയൊക്കെയാന്നുള്ളത് ചവിട്ടി പൊട്ടണത്. പയ്യ അവിടെ കുത്തുമ്പോൾ ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളത്. സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഗിറ്റാച്ചിയുടെയൊക്കെ മറ്റേ ഇതുമ്പോൾ അങ്ങനെ കൈ കൊണ്ടാക്കേണ്ട സാധനമില്ലേ? കൈ കൊണ്ടാക്കണതില്ലേ? ആണോ? അതല്ലേ? അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പഴാ മനസ്സിലാവണേ. കാല് വർക്ക് ചെയ്യണ്ടെന്നല്ലേ? കാലിലാണ് ചവിട്ടി പൊട്ടിക്കണേ. വയ്യ അപ്പൊ കാല് സ്ട്രോങ് അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. കാലത്തായില്ലല്ലോ. പിന്നെ ഒന്നും നോക്കാല്ലേ, ഇനി തുടങ്ങിക്കോ. നോക്കിയേ, എല്ലാ കല്ലും ഒരു അരമണിക്കൂർ കൊണ്ട് ഒക്കെ കുത്തി തീർക്കണം കേട്ടോ. ഭയങ്കര പൈസ കൂടുതലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് കുത്തി തീർക്കണം. അതിലാണ് നമ്മുടെ ലാഭം ഇല്ലേ? വേഗം പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ ആളാ, നിങ്ങളുടെ ആളല്ല, കമ്പനിയുടെ ആളല്ല. ഇന്ന് കമ്പനിക്കല്ല ലാഭം. ടെസ്റ്റോസ് അടിച്ചതാ. അവിടെ കിടന്ന് ഒറ്റ കല്ലുമ്പോൾ ഒറ്റ കുത്ത സെന്റർ. അപ്പോൾ തന്നെ 43 പീസ് ഇതിലിറങ്ങി പോയിട്ടോ. ഇതിലിറങ്ങി പോയിട്ട് വലിയ കല്ലിന് ഞാൻ വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ കയറി വരികയാവുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെയല്ല പരിപാടി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുത്തി പോയാൽ മതിയല്ലോ. നോക്കട്ടെ, ഇവിടുന്ന് ഇപ്പോൾ ചെറിയ കല്ലൊക്കെ ചിലപ്പോൾ കുത്തി പൊട്ടിച്ച് തീരെ ചെറുതാക്കി കളയും. നമുക്ക് അങ്ങനെ ആക്കണ്ട കേട്ടോ. നമുക്ക് വലിയ കെട്ടാളത്. അപ്പോൾ കാരണം വലിയ കല്ല് തന്നെ വേണം. കുത്തി തുടങ്ങിയിട്ടാ. മറ്റേതൊന്നും തൊട്ടപ്പം തന്നെ പൊട്ടും. ഇത് പവർ കുറവായതുകൊണ്ടേ മെല്ലെ പൊട്ടുള്ളൂ. സമയം എടുക്കും. വലിയ കല്ലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു കല്ല് പൊട്ടുക. ഇതെന്തായാലും പൊട്ടിക്കാണ്ടിരിക്കില്ല. സംഭവം പൊട്ടും. കുറേ സമയം എടുക്കുമെന്ന് മാത്രം. ഉണ്ടോ? അപ്പോൾ മെല്ലെ പൊട്ടിക്കട്ടെ. നിലവിൽ അവൻ അവിടെ നിന്നിട്ട് കുത്താനായിട്ട് ഇവിടേക്ക് എത്തണില്ല. ഞാൻ വിചാരിച്ച അതിലെ കറങ്ങി അടിച്ച് വരുന്നു. അപ്പോൾ ആൾ നേരെ ആദ്യം ഇങ്ങോട്ട് വന്നു. വെറുതെ ടൈം കളഞ്ഞു വന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് വീണ്ടും അങ്ങോട്ടേക്ക് കയറി പോയിട്ട് ഇനി ഇറങ്ങി വരണം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കുത്താന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന്. പക്ഷെ അവൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇത് അങ്ങോട്ട് ഓടി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ്ങിൽ പോകും. അപ്പോൾ പണി കിട്ടും നമുക്ക്. വൈകുന്നേരം ആകുമ്പോൾ പൈസ കണക്ക് കൂട്ടുമ്പോൾ വണ്ടി ഓടിയത് മാത്രമേ ഉണ്ടാവുള്ളൂ. കല്ല് പൊട്ടിച്ചത് അധികം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ പൈസ ഒക്കെ ആ വഴിക്ക് ഇങ്ങോട്ട് പോകും. അപ്പോൾ നോക്കി നിന്ന് ഈ വലിയ കല്ലുകൾ പൊട്ടിക്കുക, അതുപോലെ ഈ കല്ലുകൾ പൊട്ടിക്കുക, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇരിക്കുന്ന വലിയ കല്ലുകൾ 2-3 എണ്ണം പൊട്ടിക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുവിധം വലിപ്പം കൂടിയ കല്ലൊക്കെ നമ്മൾ ഏറ്റവും അടിയിലേക്ക് വിടും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് പറ്റാൻ അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മുറ്റത്ത് കയറി ഗായ്സ്.
ഇപ്പോൾ ഈ ഉണ്ടക്കല്ല് തൊട്ട് പൊട്ടിച്ചു തുടങ്ങാൻ ഞാൻ അവൻ്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അവൻ എങ്ങനെ പൊട്ടിക്കണേന്ന് നോക്കട്ടെ. അതൊക്കെ ചിന്നിരിക്കണതാണ് നിലവിൽ നമ്മൾ മറ്റേ ഇതൊഴിച്ചിട്ടേ. ഇവനെ സെൻറ്ററിൽ വെച്ച് താഴ്ത്തേക്ക് കുത്തണം, ചെരിച്ച് കുത്തണം, എന്നാലേ പൊട്ടുള്ളൂ. അതിൻ്റെ പൊട്ടിക്കൽ ശരിയല്ല. ഇതൊക്കെ ഒരു മെത്തേഡ് ഉണ്ട് കുത്തണതിൽ. ആ മെത്തേഡ് കറക്റ്റ് അല്ല. പണിയുണ്ട്. ആള് ഇതുമ്പോൾ കുറച്ച് അടിച്ച് നോക്കി, പറ്റണില്ല കേട്ടോ. ഇനിയിപ്പോൾ ആളെ അതുമ്പോൾ കൈ വെച്ചിട്ടുണ്ട് വലിയതുമ്പോൾ. പക്ഷെ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഡയറക്ഷനിൽ നിന്നാൽ കല്ല് തെറിച്ച് ഇങ്ങോട്ട് വരും. കുഞ്ഞൊരു മെറ്റലിൻ്റെ അത്ര പീസ് വന്നാൽ മതി, നിലവിൽ നമ്മുടെ പണി കഴിയും. മൊബൈലിനെ കഴിയും, എൻ്റെ കാലിൻ്റെ കൈമ എവിടേക്കാണ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയും. എന്തായാലും കുത്തി പൊട്ടിക്കട്ടെ അവൻ. ഗായ്സ്, നിലവിൽ നമ്മളുടെ ആ വലിയ കല്ലുണ്ടല്ലോ അത് പൊട്ടിച്ചൊരു 20 മിനിറ്റ് 25 മിനിറ്റ് ആയിട്ടോ. ഒരു 27 അരമണിക്കൂറിന് മുകളിലായി ആ ഒരു കല്ലുമ്പോൾ മാത്രം പണി തുടങ്ങിയിട്ട്. അപ്പം അത്രയുള്ള ഒരു കല്ല്, അതായത് ഇത്രയുള്ള ഒരു കല്ല് പൊട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഒരു എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറിൻ്റെ മുകളിൽ വേണം കേട്ടോ. അരമണിക്കൂറിന് പറയുമ്പോൾ 1000 രൂപയുടെ മുകളിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞൊരു കല്ലിൻ്റെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള റേറ്റ് ഇതിൻ്റെ പൈസ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. ചെറിയ കല്ലുകളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ കല്ലാകുമ്പോൾ പൊട്ടാനേ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കുത്തി എടുക്കുമ്പോൾ ടൈം കണ്ടമാനം എടുക്കും. പക്ഷെ നമുക്ക് കുറച്ചാണ് പൊട്ടിക്കാനുള്ളൂ. അപ്പോൾ അത് തന്നെ എന്തായാലും ഇപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, സാധനം പൊട്ടിച്ചെടുക്കണമല്ലോ. അല്ലെങ്കിൽ ഉണ്ടക്കല്ല് വീടിൻ്റെ മുന്നിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ എന്തായാലും പൊട്ടിക്കട്ടെ അവൻ. ഇനിയിപ്പോൾ ആ 2-3 കിട്ടിയാണ് വലുതുള്ളൂ, അത് കഴിഞ്ഞാൽ നിർത്തുകയാണ്. പൊട്ടതായിരുന്നു തല്ല്. അതുകൊണ്ട് എങ്ങനെ ഇട്ട് കുത്തിയാലാണ് കല്ലിൻ്റെ ഓരനുസരിച്ച് കുത്തിയാലാണ് പൊട്ടാന്ന് തിരിച്ചും മറിച്ചും ഓരോ കുത്ത് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചും മറിച്ചു വിടും. അതിലാണ് സമയം പോണത്. എനിക്ക് അങ്ങനെ തന്നെ വെച്ച് ഒരേ സ്പോട്ടിൽ കുത്താണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. പക്ഷെ അത് മറിച്ചും തിരിച്ചും ഇങ്ങനെ ഇട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊട്ടി തീരാറായി. ആ ഒരു കല്ലിൽ ഈ ഒരു കഷ്ണത്തിയും പൊട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു. നോക്കിയിരുന്നില്ലെങ്കിൽ കല്ലൊക്കെ തെറിച്ച് നമ്മുടെ മേത്തേക്ക് വരും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് കാരണം ഞാൻ മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ടിരുന്നിട്ടാണ് മൊബൈൽ പിടിക്കുന്നത്. മൊബൈലിൻ്റെ ഗ്ലാസ് മേലേക്ക് അടിക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും. തീർന്നില്ല, എത്ര നേരമായി കല്ലുമ്പോൾ തുടങ്ങിയിട്ട്. ഒരെണ്ണം വട്ടം പൊട്ടി കിട്ടി അത്ര ചെയ്താൽ മതി, അത്ര ആവശ്യമുള്ളൂ. പക്ഷെ അത്ര പൊട്ടേണ്ടത് ഒരു പൊട്ടിക്കിടി മുറ സൈഡിൽ നിന്ന് ചെറുതായി പൊട്ടിപ്പോയാണ്. ഒരു പൊട്ടിക്കിടി പൊട്ടി കഴിഞ്ഞു. ബസ് എന്ന് പറഞ്ഞു കൊടുക്കുക ആൾക്ക്. ബസ് എന്ന് പറഞ്ഞാൽ ആള് പിന്നെയും ചെറിയ പീസുകളാക്കും. അതിന്റെ ആവശ്യമില്ലേ. എനിക്ക് ക്ഷീണായി. അപ്പൊ കുറച്ച് വെള്ളം കൊടുത്തതാ. അപ്പൊ ബായി അത് മൊത്തം കുത്തി പൊട്ടിച്ചു കേട്ടോ. ഇത് ഇത്രയുള്ള പീസുകളായി. ഇനി വലുത് കുത്തി പൊട്ടിക്കാൻ പറഞ്ഞാൽ സൈഡ് പൊട്ടി. ഇത് പൊട്ടാൻ കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും പൊട്ടിക്കാൻ ഇത് പൊട്ടിച്ചിട്ടില്ല. ഇനി ബായി ഇവിടെ കാലിൻ്റെ അവിടെ എങ്ങനെയാണ് പൊട്ടിക്കുന്നത് നോക്കട്ടെ. ചോദിച്ചു ബായി നോക്കാം. ഇതാണ് സാധനം. ഇതാണ് പൊട്ടിക്കണ സാധനം കേട്ടാ. ചെറിയ പീസായി പോവാ. അങ്ങനെ ആയി പോവാൻ പാടില്ല, വലിയ പീസാവണം. അതുപോലെ തന്നെ ബായിയുടെ കാല് വർക്ക് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഈ കൈയും ബിസിയാണ്. എല്ലാം ബിസി അല്ലേ. നമുക്ക് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് തിരിയുമ്പോഴേ നമ്മളെ പണിക്കൂട്ട് തിരിയും ചിലപ്പോൾ. എന്ന് പറഞ്ഞു ബായി നോക്കിയൊക്കെ നിൽക്കണം. പക്ഷെ അറിയാണ്ട് അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജമ്മൊതുങ്ങും. അപ്പം അത് വേണ്ട.
ചില കല്ല് പൊട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലത് പെട്ടെന്ന് പൊട്ടും. നേരത്തെ ഒരു കല്ല് വലുത് പെട്ടെന്ന് പൊട്ടി, പിന്നെ മറ്റേ കല്ല് പൊട്ടാൻ കണ്ടമാനം ടൈം എടുത്തു. അതേപോലെ ഈ ഒരു കല്ലും ഒരുവിധം പെട്ടെന്ന് പൊട്ടിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു 3-4 കല്ല് കിട്ടിയുള്ളൂ. അത് കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു അവസാനിപ്പിക്കണം. അല്ലാണ്ട് എല്ലാം കുത്തി പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് 55-ൻ്റെ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി കല്ലൊക്കെ കുത്തി പൊട്ടിക്കുന്ന പ്രത്യേക സൈസ് ബ്രേക്കർ ഫിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് ബക്കറ്റും ഉണ്ട്, അതുപോലെ ബ്രേക്കറും ഉണ്ട്. നമ്മളെവിടെയെങ്കിലും മണ്ണെടുക്കാനൊക്കെ ആയിട്ട് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി വരും. ഈ വണ്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ അവിടെ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കല്ല് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ള് അവർ കുത്തി പൊട്ടിച്ചും കൂടി തരും. അതൊരു മണിക്കൂർ ഇവിടെയൊക്കെ 2200 രൂപയാണ് കേട്ടോ. 55-ൻ്റെ മെഷീന് മേടിക്കുന്നത്. കൂടുതലാണോ കുറവാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പൈസയല്ല. ആദ്യ കാലത്തൊക്കെ വലിയ മെഷീന് 1500 അത്രയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയ മെഷീന് വരെ ഈ പൈസ ആയി എന്നാണ് പറഞ്ഞത്. പിന്നെ ഡീസലിനും കാര്യത്തിനൊക്കെ വില കൂടിയത്. അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ നമ്മൾ പറമ്പ് വൃത്തിയാക്കുമ്പോൾ പറമ്പിൻ്റെ അടിയിൽ കാണുന്ന വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാന്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കെട്ടേണ്ട ആവശ്യത്തിനൊക്കെ ഈ വണ്ടി കൊണ്ട് തന്നെ കുത്തിപ്പൊട്ടിച്ച് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി 2 ഉപകാരങ്ങൾ നടന്നിട്ടുള്ളതാണ്. അതെ, ഇനിയിപ്പോൾ അത് കുത്തിപ്പൊട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ കുത്തിയാൽ പൊട്ടിച്ചു 3 പീസായി പോയി. നമ്മുടെ ലാസ്റ്റ് ആ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കല്ല് വരെ കുത്തി താഴ്ത്തി അവൻ മാക്സിമം പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിക്കണ്ട കറക്റ്റ് നമ്മുടെ സ്റ്റെപ്പ് കെട്ടുന്നതിൻ്റെ അവിടെയായിരുന്നു വരിക. അപ്പോൾ അത് പൊട്ടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. അവൻ സാധാരണഗതിക്ക് അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൻ പൊട്ടിച്ച് തന്നു. കുറേ നേരം എടുത്തു മാത്രം. അതിലേക്ക് നമ്മൾ കറക്റ്റ് പോയിന്റിലേക്ക് തൊടാൻ പറ്റണ്ടേ, അതാണ് പ്രശ്നം. ഉന്നം തെറ്റിപ്പോവുക അവിടേക്കും ഇവിടേക്കൊക്കെ. അതാണ് അവൻ്റെ ഒരു കുഴപ്പം സംഭവം. പക്ഷെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കണ്ട കറക്റ്റ് സ്ഥലത്ത് കുത്തു കൊള്ളണില്ല. കുത്തു കൊള്ളുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു കുത്തുകടി അതിൽ കുത്തി കഴിഞ്ഞാൽ മതി, നമുക്ക് അത്ര വേണ്ടു. ബസ് കുഴപ്പമില്ല. നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൻ്റെ അടിയിലേക്ക് ആയാൽ മതി, കുഴപ്പമില്ല. നമ്മൾ കോൺക്രീറ്റ് ചെയ്തൊക്കെ കുറച്ച് പോയി, എന്നാലും കുഴപ്പമില്ല. കാരണം ആ കല്ല് അവിടെ പൊട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺക്രീറ്റിക്ക് അത്രയ്ക്ക് പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ കുത്തിപ്പൊട്ടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വലിയ കല്ല് ആണ് എടുത്ത് വയ്ക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ കൂടിയും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗമൊന്നും ആണെങ്കില്ല, അടിപൊളിയായിട്ട് കെട്ട് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് മുതൽ കെട്ട് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കല്ലെടുത്തിട്ട് അങ്ങോട്ട് കെട്ടി പോകാമല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മതി, ഇത്ര മതി. അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. ഓഫ് ചെയ്തോളാൻ പറയാം. 2:55. എത്ര മണിക്കൂറായി ചോദിക്കട്ടെ. ഗായ്സ്, നല്ല വെയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. ഓരോ നന കഴിയുമ്പോഴും അപ്പം തന്നെ ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തേച്ചിട്ടിട്ടുള്ള സ്ഥലമോ വാർത്തിട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും മിനിമം നനച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഉള്ള സമയത്ത് 3, 4, 5 പ്രാവശ്യമൊക്കെ നനയ്ക്കും കേട്ടോ. അപ്പോൾ എത്ര നനയ്ക്കണം അത്ര നല്ലതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി പണി കഴിഞ്ഞ് പോയി. അപ്പം നനച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ടിപ്പറിൻ്റെ വയൽ വരുന്നത് നമ്മുടെ വണ്ടിയുടെ മറ്റേ ടോറസ് എന്ന് ഇപ്പോൾ എന്താ പറയുക, ലോറിയുടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകണം കേട്ടോ. അത് മേടിച്ച് കൊണ്ടിട്ട് വേണം മാറ്റാനായിട്ട്. അപ്പോൾ ഈ നനയൊന്നും കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം നനച്ച് തീർക്കട്ടെ. ഇനിയുണ്ട്. നിലവിൽ നമ്മുടെ കട്ടവിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോടത്ത് പോളിഷും സംഭവമൊക്കെ അടിച്ചിട്ടു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കയ്യോടെ അടിച്ചു പോകേണ്ടത് ഇപ്പോൾ 4 മാസമായി. എന്നിട്ട് ഇപ്പോഴാണ് സംഭവം അടിക്കണത്. ഇതേ ഒരു ചെറിയ ഡിസൈൻ ബ്ലാക്കിൻ്റെ ഡോട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. പക്ഷേ ഇത് അടിച്ചപ്പോഴാണ് കേട്ടോ ഭംഗി വരുന്നത്. അടിക്കാത്ത സ്ഥലം എന്ത് ചെയ്യുക, അവിടെ കിടക്കണം നോക്കി. ഇത് കണ്ടു, അത് അടിച്ചു വാരിയിട്ടില്ല. ഇനി അത് അടിച്ചു വാരിയിട്ട് ഈ ഭാഗങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ അടിക്കണം. ഇപ്പോൾ ഒരു ഉച്ച വരെയപ്പോഴേക്കും ഇതൊക്കെ തീർത്തു. പിന്നെ അപ്പുറത്തെ വീട്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ചെയ്യാനായിട്ട് മറ്റേന്താ പറയുക, കട്ട വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോളിഷ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഈ സൈഡും ചുറ്റുപുറവും ഫുള്ളും നമുക്ക് ഇതേപോലെ തന്നെ നല്ല ചുവപ്പ് കളർ അടിക്കാനായിട്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് മുറ്റം കാണുമ്പോൾ തന്നെ എന്താ പറയുക, പൈസ പോയാലും ഭംഗി വന്നു. ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നരച്ച് നിൽക്കണ പോലെയായിരുന്നു ഫുള്ള്. ഇപ്പോൾ നല്ല അടിപൊളിയായി. നമ്മൾ വണ്ടിയുടെ സാധനം മേടിക്കാനായിട്ട് നേരെ കടയിലേക്ക് പോകണം കേട്ടോ. ഇനി അത് മേടിച്ച് കൊടുത്തിട്ട് വേണം അവർക്ക് മാറ്റാനായിട്ട്. സമയം ഇപ്പം 4 മണി ആവാറായി. ഇപ്പോൾ രക്ഷയില്ല. എന്തായാലും അവിടെ ഇവിടെയൊക്കെ ഓടി വന്നപ്പോൾ നന്നായിട്ട് നേരെ പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് സാധനം മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് മാറ്റും. ഇല്ലെങ്കിൽ നാളെ വണ്ടി അവിടെ കിടക്കും. വണ്ടി മേടിച്ചിട്ട് ഓട്ടം ഉണ്ടാവില്ല, വെറുതെ കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളേ. അങ്ങനെ ആയ പ്രശ്നമല്ലേ.
അപ്പോൾ വേഗം മേടിച്ചുകൊണ്ട് കൊടുക്കട്ടെ. നമ്മൾ ഇവിടുന്ന് മറ്റേ ബൂസ്റ്റർ സാധനങ്ങളൊക്കെ മേടിച്ചു. ബൂസ്റ്ററിൻ്റെ കിറ്റ് മാറ്റി വെച്ചിട്ടുള്ള ബൂസ്റ്റർ ഇവിടെ ഉണ്ട്. കിറ്റും അതുപോലെ തന്നെ ചട്ടിയും ഒക്കെ പുത്തനാക്കിയിട്ടുള്ള ബൂസ്റ്ററുകളുണ്ട്. അപ്പോൾ നമ്മുടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ ഇവിടുന്ന് ബൂസ്റ്റർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ 2 മേടിച്ചു. മറ്റേ പുതിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 രൂപ ഒരു 2 അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ആ സാധനം നമുക്ക് പരീക്ഷിച്ച് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ 20,000 രൂപ സാധനമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഓടേക്കാളും മുന്നേ വെച്ച് കഴിഞ്ഞാൽ മാനസിക സംതൃപ്തി ഉണ്ടാവില്ല. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് മാറ്റുമ്പോൾ വണ്ടിയൊക്കെ ഓടി പൈസ കിട്ടിയിട്ടുണ്ടാവും, ഹാപ്പിയാവും. ഇപ്പം മാറ്റുമ്പോൾ അത്ര സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നമ്മൾ ഇത് മാറ്റിയിട്ടാണ് കേട്ടോ. ഗായ്സ് നമ്മൾ വർക്ക്ഷോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ട് നിലവിൽ നമ്മുടെ ഷോക്ക് അബ്സോർബ് അയച്ചിട്ടുണ്ട്. ഷോക്ക് അബ്സോർബ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജാക്കി എന്ന് പറയില്ലേ, നമ്മുടെ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാബിൻ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഊരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ സെയിം കിറ്റൊന്നും മേടിക്കാനൊന്നും കിട്ടില്ല. ഇത് ഓർഡർ ചെയ്തിട്ട് ഇനി മാറ്റിയിട്ട് വേണം ഇതിൻ്റെ കിറ്റ് വേറെ ടൈപ്പ് ആക്കിയാലാണ് ഇടാൻ പറ്റുള്ളൂ. ഭാരത് ബെൻസുകാർ പറഞ്ഞാൽ നിലവിൽ ഇതിൻ്റെ കിറ്റ് മാറലൊന്നും വേണ്ട, നിങ്ങൾ മറ്റെന്താ പറയുക, ഈ സാധനം മൊത്തം മാറ്റിയാൽ മതി. അതിന് 10,000 രൂപ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിറ്റ് മാറാൻ കിട്ടും. ആ സാധനം കിറ്റ് മാറ്റി നമുക്ക് വർക്ക് ചെയ്താൽ പോരെ, അല്ലാണ്ട് പുത്തൻ സാധനം തന്നെ മേടിച്ചു തരണമെന്നില്ലല്ലോ. അപ്പോൾ അത് മാറ്റാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് അഴിച്ചെടുത്ത് ഇനിയിപ്പോൾ നാളെ അത് ശരിയാക്കി കൊണ്ടുവരും. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബൂസ്റ്ററും സാധനങ്ങളും രഞ്ജുവേട്ടന് എടുത്ത് കൊടുത്തിട്ട് വേണം വണ്ടീനെ എടുത്ത് കൊടുക്കണം. എഴുതിയാണോ നോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിപ്പോയി ലോക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അതേ നമ്മളുടെ ചാനലിൻ്റെ പേരിങ്ങനെ അടിച്ചിട്ടുള്ള കാര്യമല്ലേ നോക്കിയേ. ഇനിയിപ്പോൾ ഈ സാധനം ഒന്ന് എടുത്ത് കൊടുക്കണം. നമ്മുടെ അവിടുത്തെ പെയിൻ്റൊക്കെ ഇരിക്കണത് നമ്മുടെ ആരെങ്കിലും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളട്ടെ അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇവിടുത്തെ പണിയുടെ തിരക്ക് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് സർവീസ് സ്റ്റേഷനിൽ ഒഴിവുണ്ടോ എന്നുള്ളത് ചോദിക്കാൻ നോക്കട്ടെ. നമ്മുടെ ബൂസ്റ്ററും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് മാറ്റണം കേട്ടോ. വേറെ വണ്ടികളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ പരിപാടിയിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇതേവരെ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം ചെയ്യേണ്ടത് അവിടുത്തെ ബുഷ് മാറലാണ് ലീഫിൻ്റെ. മറ്റേ സാധനം അയച്ചു കൊണ്ടുപോയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ പണികളൊന്നും ബാക്കിയില്ല. ഇനിയിപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ കുറേ സ്റ്റിക്കറിൻ്റെ പീസ് നിൽക്കണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ച് ഓരോന്ന് കളയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ എല്ലാം പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധമായി. അതുപോലെ തന്നെ കുറേ ഉള്ളിൽ അഴ കിട്ടിയിട്ടുള്ളതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിച്ച് കളഞ്ഞു കേട്ടോ. കുറേ വയറുകൾ സാധനങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അത് മൊത്തം അഴിച്ച് കളഞ്ഞു. ഈ സ്റ്റിക്കറുകളെയും ഒക്കെ പറിച്ച് ഓരോ ഭാഗത്തു നിന്ന് വൃത്തിയാക്കാനേ പറ്റുള്ളൂ. ഇനി ഒരു സൈഡ് മിറർ മേടിക്കണം. ഈ സൈഡ് മിറർ കുഴപ്പമില്ല. ആ സൈഡിലെ സൈഡ് മിറർ പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ അത് മേടിക്കണം. പിന്നെ ഈ ഷോക്ക് അബ്സറിൻ്റെ ഇത് കണ്ടോ, ഈ ഷോക്ക് അബ്സർ അതിൽ ബുഷില്ലാത്തതുകൊണ്ടാണ് കിടന്ന് അടിക്കുന്നത്. പിന്നെ അത് ഊരിക്കൊണ്ട് പോയിട്ട് അതെന്തായാലും ഇനിയിപ്പോൾ മാറ്റി കിട്ടും. മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും കുഴപ്പമില്ല. അപ്പോൾ ഒരുവിധം കാര്യങ്ങളും കുഴപ്പമില്ല. ഇനി ഈ കയർ ഇത് നെട്ട് ബോൾട്ട് എടുത്തിട്ടൊന്ന് അഴിച്ചിട്ടേ ഇതെന്താ സംഭവം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫിൽറ്ററൊക്കെ ഊരി നോക്കിയിട്ടോ, വെള്ളം ഉണ്ടോയെന്ന് അറിയാനുള്ള സാധനമൊക്കെ ഒന്ന് അഴിച്ച് നോക്കി. അതുപോലെ ഡീസൽ വരുന്നതും കാര്യങ്ങളൊക്കെ നോക്കി. ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാന്ന് പറഞ്ഞു. അതുപോലെ ഓയിലിൻ്റെ ഫിൽറ്ററും ഒക്കെ പുത്തൻ ഫിൽറ്ററുകളൊക്കെയാണ് കയറുന്നത്. അപ്പോൾ ഓയിൽ മാറ്റിയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ ഓയിലും കംപ്ലൈൻറ്റ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി ഓടുന്ന സമയത്ത് മാറ്റിയാൽ മതി. എയർ ഫിൽറ്ററും ക്ലിയറാണ്. എയർ അടിക്കേണ്ട വരെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് അഴിച്ച് നോക്കണം. ഒന്ന് ഒഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ആൾ എയർ കംപ്രസറിൻ്റെ അത് മാറ്റുകയാണെങ്കിൽ മാറ്റട്ടെ. ഞാനിതൊന്ന് അഴിക്കട്ടെ. അപ്പോഴേക്കും നിലവിലൊരു നെട്ട് അഴിച്ചു കേട്ടോ. സംഭവം എന്നിട്ട് എന്നിട്ട് പോയി നെറ്റ് സ്പാനർ കുഴപ്പമില്ല. ഇതുപോലെ എടുത്ത് വയ്ക്കാം. പിന്നെ ഇതാണ് പുത്തൻ ബാറ്ററി. ഇതിൽ ചെറിയ ലീക്കുണ്ട്. അതായത് അപ്പോൾ ഏറെക്കുറെ ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കും മിക്കവാറും. രണ്ടും ഒരുമിച്ച് പോകും. അങ്ങനെ ആയി കഴിഞ്ഞില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് ഇതെല്ലാം അയച്ച് നോക്കിയാൽ നന്നായി. ഈ ടെർമിനലൊക്കെ പുതിയതാണ്. ഈ ടെർമിനലിൽ പുതിയതല്ലാതെ എയിമില്ലാണ്ടായിട്ടുണ്ട്. അതുപോലെ ബാറ്ററി ഇത് തീരെ പഴയതാണ്. ഇനി ഈ ബാറ്ററിയുടെ കാർഡൊക്കെ ആൾ തരാമെന്ന് പറഞ്ഞിട്ട് പുതിയ ബാറ്ററി വെച്ചിട്ടുള്ളതിൻ്റെ. അപ്പോൾ ഇത് വെറുതെ കെട്ടി വെച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കെട്ടി വെച്ചിട്ടുള്ളതിന്. അപ്പോൾ ഇത് അയച്ച് കളയാൻ കാര്യങ്ങളൊക്കെ നിറച്ചും വള്ളിയും വയറും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കണ്ടല്ലോ. ഇതൊക്കെ ഊരി കളയാം. അതേപോലെ ഈ ഉള്ളിലുള്ള വേസ്റ്റും സാധനങ്ങളും സർവീസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ ഇവിടെ ഒരു ചൂല് വണ്ടി മേടിച്ചപ്പോൾ ഫ്രീ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം പറയാൻ മറന്നതാണ്. പിന്നെ എന്തിനാ ഇതാവശ്യമില്ല, ഒരു കുപ്പി മാത്രമാണ്. അപ്പോൾ ചൂലുണ്ട് വേണ്ട. ഇവിടെയൊക്കെ വേസ്റ്റ് ഇരിക്കണം. നമുക്ക് അടിച്ച് കളയാം കേട്ടോ. മരത്തിൻ്റെ നിറച്ചും മരത്തിൻ്റെ വേസ്റ്റ് കെട്ടിയിട്ട് ഓടിയുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, അറക്കപ്പൊടി പോലത്തെ സാധനം. അറക്കപ്പൊടിയല്ല, മറ്റേ പ്ലൈവുഡിൻ്റെ വേസ്റ്റ്. അതാണ് കയറ്റിപ്പോയി. അന്ന് ഞങ്ങൾ ഓടിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സാധനം ഇത് കയറ്റിപ്പോയിണ്ടായിരുന്നു നിലവിൽ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഫുള്ളിരിക്കുന്നതിന് കഴിക്കാനേ പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കയറും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അഴിച്ച് കളയട്ടെ കേട്ടോ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നിട്ട് ഇതേവരെ വണ്ടിയുടെ കിറ്റ് മാറിയിട്ടില്ല. അത് കാരണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജേഷിനെ വിളിച്ച് വരുത്തേക്ക്. ഇനിയിപ്പോൾ അവനെ കണ്ട് പേടിച്ചിട്ട് വർക്ക്ഷോപ്പുകാർ മാറ്റി തരില്ല എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം രാജേഷിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. രാജേഷ്, നീ വേണ്ട രീതിയിൽ ഇവിടെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ തൊലിച്ചിട്ട് വിളിച്ചത്, മനസ്സിലായ? പോയി വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് ഓളിയിടാ. അപ്പൊ നിനക്ക് നീ ഓടിക്കല് മാത്രമല്ല, പണിയിപ്പിക്കലില്ല. അതിന് വേറെ ആൾക്കാരെ വിടണം. അപ്പൊ ഞാനിപ്പോ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നീ ചെയ്യേണ്ട കാര്യങ്ങളാ പോയി പണിയിപ്പിക്കുക. സാധനം മാറ്റ്. രഞ്ജേട്ടനോട് ഓളിയിട്, വേഗം മാറ്റാൻ പറയേ. തിന്നാനാ? എന്നാ ബൂസ്റ്റർ എടുത്ത് തിന്നാ നീ. വണ്ടിയുടെ ബൂസ്റ്റർ ഉണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രഞ്ജേട്ടനെ കൊണ്ട് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുവന്നാ. ഇവൻ വന്ന് ഇവിടെ വന്ന് കിടക്കണു. എന്തിട്ട് ചെയ്യാ? പതുക്കെ പറഞ്ഞാൽ മതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിനക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അതന്നെ നിനക്ക് അത്യാവശ്യം അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് കഞ്ഞി കുടിക്കേണ്ട ആഴ്ച ഞാൻ ഇന്നാൾ പറഞ്ഞു, നീ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് കുത്തരിച്ചോറ് വേണ്ട, മറ്റേ പച്ചരിച്ചോറെങ്കിലും കഴിക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല. വേഗം പറയടാ. വർക്ക്ഷോപ്പ് അടയ്ക്കാറായി, വീട്ടിൽ പോവാ. പണി ചെയ്തില്ല. രാജേഷ് പണിയിപ്പിക്കും എന്ന് പറഞ്ഞ് വന്നതാ വെറുതെ. നിന്റെ ഇപ്പൊ തന്നെ എടുക്കാടാ ഫോട്ടോ. നീ മുഖം പൊത്തി പിടിക്കല്ലേ, മുഖം കാണണ്ടേ? നീ കൊറേ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ ഇനിയിപ്പോ അല്ല, ഇവിടെ വന്നപ്പോ നിറച്ച ആൾക്കാരെ നിറച്ച ഐഡിയാസ്. അപ്പുവിന്റെ ഐഡിയ ആണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് എനിക്ക്. അപ്പൊ ഞാൻ അതിനെ ചെറിയ മാറ്റം വരുന്നു, നീ പേടിക്കണ്ട. ഇവര് പറയാണ് അതെ, ഞങ്ങൾ കുറെ വണ്ടിയുടെ ഫോട്ടോകളൊക്കെ കണ്ട് കുറെ ഐഡിയകളൊക്കെ ലൈൻസ് വെട്ടി. അപ്പൊ അതൊക്കെ വെട്ടി കഴിഞ്ഞ അവസാനം വന്നപ്പോ ഇവന്റെ കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞു ഇതൊക്കെ കേട്ട് പ്രതീക്ഷ പോവും, എന്നിട്ട് നാളെ ഇത് തന്നെ ഏറ്റവും 100 രൂപയുടെ പെയിന്റ് കിട്ടുമെങ്കിൽ അടിച്ചു വരുമെന്ന്. അപ്പൊ അപ്പോഴും പറയാണ് 35,000 നല്ല പെയിന്റിങ് ഉണ്ട്, സൂപ്പറാണ്. കട 7 മണിക്ക് തുറക്കണം. എന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പൊ എന്തായാലും ഇന്നൊന്നും നടന്നില്ല നിലവില്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നേരെ വീട്ടിൽ പോവാ. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നാളെ രാവിലെ വന്നിട്ട് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് തിരക്ക് പണിയായിരുന്നു, അപ്പൊ അതായത് രക്ഷയില്ല. അപ്പൊ നാളെ വന്നിട്ട് നമുക്ക് പണിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം. എന്താന്ന് ശരിയാ, ബ്രേക്ക് ശരിയാക്കാന്ന് പറയണുള്ളൂ, ശരിയായിട്ടില്ല.